രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയെ സംശയനിഴലിൽ നിർത്തിയ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പരാമർശം പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പരാതി വെൽ ഡ്രാഫ്റ്റഡ് എന്നായിരുന്നു കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ആരോപണം. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമെന്ന് കരുതുന്നില്ലെന്നും മുൻവിധിയോടെ കാണരുതെന്നുമാണ് വി.ഡി. സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. ആണോ? ഒഫൻസ് ഒന്നും അല്ലല്ലോ. ഒരാളും അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥകൾ പറയട്ടെ. താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താമസം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ്. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതാവുന്നില്ല. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ആ പരാതി എൻ്റെ മുമ്പിലുണ്ട്, മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ആണെങ്കിൽ പോലും അതിലെ ലീഗലായിട്ടുള്ള എതിർവശങ്ങൾ പ്രതിവാദം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും കോടതി വിലയിരുത്തിയിട്ട് ഞാൻ ആ ഓർഡറും വായിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ പലതട്ടിൽ. ആദ്യത്തെ പീഡനത്തിന്റെ കാര്യത്തിൽ അടൂർ പ്രകാശിന് വ്യത്യസ്ത അഭിപ്രായമായിരുന്നു. മറ്റു നേതാക്കൾ ഒരേ നിലപാടെടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ പീഡനത്തിന്റെ വിഷയം വരുമ്പോൾ അടൂർ പ്രകാശിന് ഒരു നിലപാട്. വെൽ ഡ്രാഫ്റ്റഡ് ആണ് പരാതി എന്ന കാര്യത്തിൽ സണ്ണി ജോസഫിന് അത്തരം നിലപാട്. പക്ഷേ എപ്പോഴും ഒരേ നിലപാട് സ്വീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അതിജീവിതകളുടെ പരാതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് ഭിന്ന നിലപാടുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ പല പ്രതികരണങ്ങളിലൂടെയും പുറത്തു വന്നതാണ്. ആദ്യത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വന്ന ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായത്. ഹൈക്കമാൻഡും പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും ഒരുപോലെ നിലപാടെടുത്തിട്ടും നടപടി ആദ്യ മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീർപ്പ് വരെ വൈകിച്ചു എന്നുള്ളതാണ് അന്ന് ഭിന്നതയുടെ ഉദാഹരണമായി പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ വോട്ടെടുപ്പ് ദിവസം വിവാദമായിരിക്കുന്നത് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്നലെ നടത്തിയ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൻ്റെ ഭാഗങ്ങൾ ഇന്നും അദ്ദേഹം കണ്ണൂരിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ അതിജീവിത നൽകിയ പരാതി ഒരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണെന്നും അതിന് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുമാണ് ഇന്നലെ സണ്ണി ജോസഫ് പറഞ്ഞത്. അതിന്ന് അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ നിലപാടിനെ പരസ്യമായി തിരുത്തിക്കൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും UDF-ന്റെ ചെയർമാനുമായ വി.ഡി. സതീശൻ രംഗത്ത് വന്നിരിക്കുന്നു. എത്ര കാലം ഒരു കുറ്റകൃത്യം നടന്നതിന് പരാതി നൽകാൻ വൈകി എന്ന് പറഞ്ഞാൽ ആ പരാതി ചെയ്ത കുറ്റമല്ലാതാകുന്നില്ല എന്ന കാര്യമാണ് അഭിഭാഷകൻ കൂടിയായ വി.ഡി. സതീശൻ മറ്റൊരു അഭിഭാഷകൻ കൂടിയായ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സണ്ണി ജോസഫിന് അറിയാത്ത കാര്യമല്ല, എന്നാൽ ഈ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ആരോപിക്കാനുള്ള വ്യഗ്രതയിലാണ് അദ്ദേഹം നിയമവശങ്ങളും ഒരു രാഷ്ട്രീയ ശരിയും മറന്നുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. എന്തായാലും ആ പ്രതികരണം വിവാദമാക്കാനുള്ള നീക്കം ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രി തുടങ്ങിവെച്ചു. വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ ജനം അംഗീകരിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതും കടുത്ത ഭാഷയിലുള്ള പ്രതികരണമാണ് ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാക്കിയ മറ്റൊരു പ്രതികരണത്തിലാണ് ഇപ്പോൾ കെപിസിസി അധ്യക്ഷനെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി തിരുത്തുന്നത്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.